വിവാഹം എപ്പിസോഡ് നമ്പർ 3. എടാ അഗ്നി, നീ ഇനിയെങ്കിലും ആ ഫയലൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്ക്. ആ കൊച്ചു നോക്കിയിരുന്ന് മടുത്ത് കാണും. ഇന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേടാ. കല്യാണം മിണ്ടി പൊഹരുത് എന്നോട്. അവളെയും അവളുടെ ചേച്ചി ആ മോളെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാവർക്കും മുൻപിൽ അവൾ കാരണമാണ് ഞാൻ നാണം കെട്ടത്. അത് ഈ ജന്മം മറക്കില്ല. പിന്നെ കാത്തിരിക്കുന്നവളും മടുത്ത് കഴിയുമ്പോൾ അങ്ങ് കിടന്നോളും. എടാ അഗ്നി, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പോൾ ആ പെണ്ണ് നിൻ്റെ ഭാര്യയാണ്. എല്ലാവരെയും സാക്ഷിയാക്കി നീ ചാർത്തിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അതിനിയും പറയണ ബാക്കിയൂടെ പറയാൻ. ഞാൻ കാശ് അവളുടെ ചേച്ചിക്ക് കൊടുത്തത് എനിക്ക് ഭാര്യയെ വേണ്ടിയിട്ടല്ല. എൻ്റെ രുദ്ര അവൾക്കൊരമ്മ, അത് മാത്രം മതി. അല്ലാതെ എൻ്റെ ഭാര്യയാകാൻ യോഗ്യതയൊന്നും അവൾക്കില്ല. എൻ്റെ ഭാര്യയാകാൻ യോഗ്യത അതെൻ്റെ ശ്രേയയ്ക്ക് മാത്രമാണ്. വേറെ ഒരു മോൾക്കും അതില്ല. പിന്നെ എൻ്റെ ശ്രേയയുടെ സ്ഥാനം ആഗ്രഹിച്ചാൽ പോലും വെറുതെ വിരിക്കില്ല ഞാൻ. കത്തിച്ച് കളയും ഞാൻ അവളെ. എടാ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഹർഷ? ഇല്ലെങ്കിൽ വീട് പിടിക്കാൻ നോക്ക്. ബാമക്കൊച്ച് നോക്കിയിരുന്ന് മടുത്ത് കാണും ഇപ്പോൾ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാവും ഒന്നും പറയാതെ തൻ്റെ ഫോണും ഫയലും എടുത്ത് ഹർഷ് അവിടെ നിന്നും ഇറങ്ങി. ഹർഷൻ പോകുന്നതും നോക്കി ഒന്നും പറയാതെ അങ്ങനെ തന്നെ ഇരുന്നു അഗ്നി. പിന്നെ ഫയലിലേക്കും പേനയും വെച്ച് കസേരയിലേക്ക് ചാരിക്കിടന്നു. ആ കണ്ണുകൾ അങ്ങ് അടച്ചു. അവൻ്റെ മനസ്സിൽ ആ നിമിഷം തെളിവോടെ തെളിഞ്ഞു നിന്നത് ഒരു മുഖം മാത്രമായിരുന്നു. ശ്രേയ, നീ കേട്ടില്ലേ നമ്മുടെ ഹർഷ് പറഞ്ഞത്? അവൻ എങ്ങനെ തോന്നി എന്നോടത് പറയാൻ? ഞാൻ നിൻ്റേതാണ്, നിൻ്റെ മാത്രം. അതിന് എത്ര ജന്മമെടുത്താലും ശരി. ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് അഗ്നി വീണു പോകുമ്പോൾ അവൻ അരികിലേക്ക് മാണിക്യമെത്തിയത് അവൻ അറിഞ്ഞില്ല. ആ മുറിയിൽ അഗ്നിയുടെ വേദന കേട്ട് ഒന്നും പറയാൻ കഴിയാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ശ്രേയ. അവൻ എങ്ങനെ തോന്നി എന്നോടത് പറയാൻ? ഞാൻ നിൻ്റെതാണ്, നിൻ്റെ മാത്രം. അതിന് എത്ര ജന്മം കെടുത്താലും ശരി, ഞാൻ നിൻ്റെ മാത്രമാണ് ശ്രേയ. ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് അഗ്നി വീണു പോകുമ്പോൾ അവൻ അരികിലേക്ക് മാണിക്യമെത്തിയത് അവൻ അറിഞ്ഞില്ല. ആ മുറിയിൽ അഗ്നിയുടെ വേദന കേട്ട് ഒന്നും പറയാൻ കഴിയാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ശ്രേയ. പറയാൻ കഴിയാത്ത വേദനയിലും തൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയത്തിലും അവളുടെ മനസ്സ് തകരുകയായിരുന്നു. എന്നാൽ മറ്റൊരു മുറിയിൽ, മതി വിഷ്ണു, എനിക്കിനി വയ്യ, ഞാൻ തളർന്നു. ജിയയുടെ തളർന്ന ശബ്ദം കേട്ടിട്ടും വിഷ്ണു പിന്മാറിയില്ല. പ്ലീസ് ജിയ, കുറച്ചു നേരം കൂടി. സ്വന്തം ഭർത്താവിൻ്റെ നിർബന്ധത്തെ നിരസിക്കാൻ ആ പാവം പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. തൻ്റെ സ്നേഹം എന്ന വ്യാജേനെ വിഷ്ണു അവളെ കൂടുതൽ വേദനിപ്പിക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ സ്വന്തം സന്തോഷം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. രാത്രി ഏറെ വൈകിയാണ് ജിയ തളർന്നുറങ്ങി. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച വിഷ്ണു ഫോണുമെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ഉള്ളിലുറങ്ങുന്ന ഭാര്യയെ ദുരുദ്ദേശത്തോടെ നോക്കിക്കൊണ്ടാണ് അവൻ ഫോണിൽ എന്തോ ദൃശ്യം പരിശോധിച്ചത്. അവളുടെ സ്വകാര്യ നിമിഷങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തതിന് പിന്നാലെ അവൻ്റെ ഫോണിലേക്ക് സന്ദേശങ്ങൾ വന്നു തുടങ്ങി. അളിയ, എങ്ങനെയുണ്ട്? ഫോട്ടോ കണ്ടു. അടുത്ത മാസം സേട്ട് വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും സെറ്റാക്കുന്നുണ്ടോ? ഭാര്യയുടെ സ്വകാര്യത പോലും വിൽപ്പന ചരക്കാക്കിയ ആ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്ത് ഒരു പിശാചിൻ്റെ ചിരിയായിരുന്നു. നോക്കാം അളിയ, സമയമുണ്ടല്ലോ എല്ലാത്തിനും എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ ചാന്ദിനി എന്ന നമ്പറിലേക്ക് വിളിച്ചു. കോൾ കട്ടായി. ഉടൻ വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഹായ് മാഡം. ഹലോ സാർ, പുതിയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അത്രയ്ക്കൊന്നും ശരിയായിട്ടില്ല, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ഓഹോ, എന്നിട്ടെല്ലാം കഴിഞ്ഞോ? അവരുടെ സംസാരം അതിർവരമ്പുകൾ ലംഘിച്ചു മുന്നോട്ട് പോയി. താൻ ചതിക്കപ്പെടുകയാണെന്ന് അറിയാതെ വിഷ്ണു നൽകിയ വ്യാജ സ്നേഹത്തിൽ വിശ്വസിച്ച് ജിയ അപ്പോഴും ഗാഢമായി ഉറങ്ങുകയാണ്. എന്നാൽ മറ്റൊരു മുറിയിൽ AC-യുടെ തണുപ്പിലും ഭയത്താൽ ഒരു പെൺകുട്ടി നിലത്ത് ചുരുണ്ടുകൂടി ഇരിപ്പുണ്ടായിരുന്നു. കട്ടിലിൽ കിടക്കുന്നവൻ്റെ വായിൽ നിന്ന് അവ്യക്തമായി ശ്രേയ എന്ന പേര് മാത്രം കേൾക്കാം. ആ പേര് കേൾക്കുമ്പോൾ തൻ്റെ കഴുത്തിലെ മഞ്ഞച്ചരടിൻ്റെ പവിത്രത തന്നെ ആരോ ചോദ്യം ചെയ്യുന്നത് പോലെ ജാനകിക്ക് തോന്നി. അവൾ നിലത്തേക്ക് അങ്ങനെ ഇരുന്നു. അവളുടെ മനസ്സിലേക്ക് കുറച്ച് ദിവസം മുൻപേ നടന്ന കാര്യങ്ങൾ ഒരു സിനിമ എന്നതുപോലെ കടന്നു വന്നു.
വൈകുന്നേരം സുലോചനയും അപ്പുറത്തെ വീട്ടിലെ ശോഭയും കൂടെ മുറ്റത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും സംസാര വിഷയം ജിയയുടെ കല്യാണം തന്നെയാണ്. എൻ്റെ സുലോചന, കല്യാണമൊക്കെ ഇങ്ങനെ എത്തി. എന്താണേലും നന്നായി. നിൻ്റെ ജാൻവി മോൾക്ക് ഇങ്ങനൊരു ബന്ധം വന്നല്ലോ. ഇനി ജാനിക്കുട്ടിയുടെ കാര്യം അതും കൂടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ സ്വസ്ഥമാകും അല്ലേ എൻ്റെ സുലോചനെ? എൻ്റെ ശുഭേ, നിനക്കറിയാവല്ലോ, തന്തയില്ലാത്ത ഈ രണ്ടെണ്ണത്തിനെ വളർത്താൻ ഞാനും കഷ്ടപ്പെട്ടത് ചില്ലറ ഒന്നുമല്ല സഹിച്ചതും. പിന്നെ ചില നാട്ടുകാരും മക്കളുണ്ടല്ലോ, പല കഥകളും പറയുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി എനിക്ക് തന്നതാണ് ഇങ്ങനൊരു ആലോചന. അത് സത്യമാണ് എൻ്റെ സുലോചന നീ പറഞ്ഞത്. നാട്ടുകാരെ മക്കളാണോ നിനക്ക് കാശ് കൊണ്ട് തരുന്നത്? നിനക്കും നിൻ്റെ മക്കൾക്കും കഞ്ഞിക്ക് തരുന്നത് അല്ലല്ലോ. നീ ഇപ്പോൾ കല്യാണത്തെപ്പറ്റി ചിന്തിക്കാൻ നോക്ക്. പിന്നെ ഞാൻ അറിഞ്ഞതും കേട്ടതും വെച്ച് നല്ല ചെറുക്കന്, നല്ല കാശുകാരാണ്. നല്ല കൊച്ചനാണെന്നോ? ഇങ്ങോട്ട് സ്വർണ്ണമിട്ടാ കല്യാണം കഴിക്കുന്നത്. എൻ്റെ ജിയമോള് മിടുക്കി ആയതുകൊണ്ടാണ് ഇതെല്ലാം. ഓഫീസിൽ വെച്ച് ചെറുക്കൻ എൻ്റെ മോളെ കണ്ട് ഇഷ്ടപ്പെട്ടതാ ഇങ്ങനൊരു കല്യാണമൊക്കെ കൊണ്ടുവന്ന്. അമ്മേ, അമ്മക്കുട്ടി. എന്നതാ ജാനി, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കടന്ന് കാറി പൊളിച്ച് വരരുതെന്ന്? സുലോചനയും ശുഭയും നോക്കുമ്പോൾ 32 പല്ലും കാണിച്ച് ചിരിയോടെ നിൽപ്പുണ്ട് ജാനകി. ആ നിൽപ്പ് തന്നെ അറിയാം എന്തോ കാര്യം സാധിക്കാനുള്ള നിൽപ്പാണെന്ന്. എൻ്റെ മക്കളെ ഒത്തിരി കിളിക്കാൻ നിൽക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ നോക്ക. പാവം ജാനി 101 ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് അവൾ ആ മുഖത്തേക്ക് നോക്കി. അതമ്മ, ഞാൻ ഉണ്ടല്ലോ. ജാനിയുടെ മുഖവര കേട്ടപ്പോൾ തന്നെ സുലോചനയുടെ മുഖമങ്ങ് മാറി. എടി സുലോചനെ, ജാനിയുടെ നിപ്പും പരുവൊക്കെ കണ്ടിട്ട് കാശ് പോകുന്ന എന്തോ പരിപാടിയാണ് മോള് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാശ് അവിടെ അപ്പനിവിടെ അടുക്കി വെച്ചേക്കുമല്ലേ, ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാനായിട്ട്. ഈ കല്യാണം എങ്ങനെ നടത്തുമെന്ന് ആലോചിച്ച് തല തിരിക്കുമ്പോഴാണ്. എന്താണെങ്കിലും ജാനി, നിന്ന് കളിക്കാതെ കാര്യം പറയാൻ നോക്ക്. അതമ്മ, തിങ്കളാഴ്ച കോഴിക്കോട് മനോരമയുടെ ഒരു കരിയർ ഗൈഡൻസ് സെമിനാറുണ്ട്. ഗീതവും രമ്യയൊക്കെ പോകുന്നുണ്ട്. ജാനി അത് പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് തന്നെ സുലോചനയുടെ ചോദ്യം വന്നു കഴിഞ്ഞു. അതിന്? അതത്രയും ഓർത്തപ്പോൾ തന്നെ ജാനിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. നാളെയാണ് കോഴിക്കോട് നടക്കുന്ന സെമിനാർ. തൻ്റെ ജീവിതത്തിലെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ആ യാത്രയ്ക്ക് കഴിയും എന്ന വിശ്വാസത്തിലായിരുന്നു ഇന്നലെ രാത്രി വരെ. എന്നാൽ ഇന്ന് തൻ്റെ തലവര മാറിപ്പോയി കഴിഞ്ഞു. താൻ ഇന്ന് ആരാണ്? ദേവർമഠത്തിലെ അഗ്നിദേവിൻ്റെ അടിമ അല്ല. അതിനു പോലും ഇതിലും വിലയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ അറപ്പും വെറുപ്പും മാത്രം സ്വന്തമാക്കിയ ജീവി. പണത്തിനോട് ആർത്തിയുള്ള ഒരു കുടുംബത്തിലെ. അത് ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൊണ്ടക്കുഴിയിൽ ഒരു ഏങ്ങൽ നിറഞ്ഞു. പക്ഷേ ആ ശബ്ദമെങ്ങാനും പുറത്തു വന്ന് അത് കേട്ടവൻ ഉണർന്നാലോ എന്നുള്ള ഭയത്താൽ അവൾ തൻ്റെ കൈകൊണ്ട് വാ പൊത്തി നിലത്തേക്കിരുന്നു. എവിടെയാ കൃഷ്ണ ഞാൻ ഇദ്ദേഹത്തെ ചതിച്ചത്? എവിടെയാ ഞാൻ തെറ്റ് ചെയ്തേ? ചേച്ചി ഇദ്ദേഹത്തിനോട് കാശും വാങ്ങി കരാറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് എന്തിന് ഇങ്ങനൊരു ചതി? അതുകൊണ്ടല്ല ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ ചേച്ചി ഇദ്ദേഹവുമായി എന്ത് കരാറാണാവോ ഒപ്പിട്ട് കൊടുത്തത്? എനിക്കിതൊന്നും അറിയില്ലല്ലോ എൻ്റെ കൃഷ്ണ. ഇനിയും ഇങ്ങനെ പരീക്ഷിക്കല്ല എന്നെ. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്കിനി അസഹ്യമ്മ. അതിനൊരു ഉത്തരം എനിക്ക് ഒരിക്കലും ഇല്ല. ഇനിയുള്ള ജീവിതം എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോൾ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് രുദ്രയുടെ ചിണക്കം. പിന്നെ ചിന്തകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവൾ തൻ്റെ കയ്യിലേക്ക് മോളെ എടുത്തു. എന്നാടാ അമ്മയുടെ മുത്ത് കരഞ്ഞ്? അമ്മ എനിക്ക് ചൂച്ചു വെക്കണം. അതാണോ കാര്യം? അമ്മയുടെ മുത്ത് കരയാതെ എന്ന് പറഞ്ഞുകൊണ്ട് മോളെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. എന്നാൽ ആ ഒറ്റനില വീട്ടിൽ ഉറക്കം പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു സുലോചന, ജാനി, ജിയ. അവർക്ക് വേണ്ടി മാത്രമായിരുന്നു തൻ്റെ ഈ ജീവിതം. ജിയ അവളോടായിരുന്നു കുറച്ച് സ്നേഹക്കൂടുതലെന്ന് എപ്പോഴും ജാനി പരാതി പറയുമായിരുന്നു. ഒരർത്ഥത്തിൽ അത് ശരിയായിരുന്നു. കാരണം ജാനിയുടെ വരവോടെയാണ് അവരുടെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. അതിൻ്റെ ദേഷ്യം എവിടെയൊക്കെയോ ഞാൻ അവളോട് കാണിച്ചിട്ടുണ്ട്. ഇന്നീ നിമിഷം തൻ്റെ 2 മക്കളുടെയും ജീവിതം എന്തായെന്നറിയാതെ ധർമ്മസങ്കടത്തിൽ ആയിരിക്കുകയാണ്. ആരോട് ചോദിക്കും? എന്തു ചോദിക്കും? ജിയയിൽ നിന്ന് ഇങ്ങനൊരു ചതി ഒരിക്കലും താൻ പ്രതീക്ഷിച്ചതല്ല.
ജിയെ പോലല്ല ജാനകി. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാണ്. നല്ലത് ചീത്ത ഒന്നും അവൾക്കറിയില്ല. ആരോട് കൂടെ കൂട്ടണം, നല്ലൊരു ഭാര്യ എങ്ങനെയാവണം, ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറണം ഒന്നും അറിയില്ല. കല്യാണത്തിന് തലേ ദിവസം കൂടി കൂട്ടുകാരോടൊപ്പം ആട്ടവും പാട്ടുമായി നടന്ന കുട്ടിയാണ്. എൻ്റെ മഹാദേവ, അത്രയും വലിയ ആ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞ് എങ്ങനെ പിടിച്ചു നിൽക്കും? ഒറ്റയ്ക്ക് അവിടേക്ക് പോയി അവളെ ഒന്ന് കാണാനും അവളുടെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും എന്നെയും കൊണ്ടാവില്ലല്ലോ. രാവിലെ തന്നെ ദേവർമഠത്തെ അടുക്കള സജീവമാണ്. എല്ലാ പെണ്ണുങ്ങളും കുളിയും കഴിഞ്ഞ് അടുക്കളയിൽ തന്നെയുണ്ട്. മുത്തശ്ശിന് നിർബന്ധമാണ് പാചകം വീട്ടിലുള്ളവർ തന്നെ വേണമെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒത്തുപിടിച്ചാൽ മാത്രം കാര്യം നടക്കൂ. അതുപോലെ ആളുകളുണ്ട് ഇവിടെ. രുദ്രയെ ഉറക്കി അഗ്നിയുടെ അരികിൽ കിടത്തി കുളിയും കഴിഞ്ഞ് ഒരു റോസ് നിറത്തിലെ ചുരിദാറുമിട്ട് തലയിൽ തോർത്തുമുണ്ടും കെട്ടി അവൾ അടുക്കളയിലേക്ക് നടന്നു. അല്ല ഹേമയെടുത്തി, സംയുക്തമോൾ എന്താ ഇന്നലെ രാത്രി തന്നെ ഹോസ്റ്റലിലേക്ക് പോയത്? പച്ചക്കറി അരിയുന്നതിന് ഇടയ്ക്ക് ദേവിക ഹേമയോട് ചോദിച്ചു. അതൊക്കെ എന്തു പറയാനാ, ഈ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ. ആൾക്കാരുടെ പെരുമാറ്റമൊന്നും എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കല്യാണം പറഞ്ഞു വെച്ചിരുന്ന പെണ്ണും പോയി അവസാനം ഒരു കൊച്ചു പെണ്ണിനെ കെട്ടിയെടുത്തോണ്ട് വന്നേക്കുന്നു. 4 പേരോട് ഇതൊക്കെ എങ്ങനെ പറയാന്? നാണക്കേടല്ലേ? അവൾ അതുകൊണ്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു പറഞ്ഞു. ആ പെണ്ണിൻ്റെ കൂടെ ഇവിടെ നിൽക്കാനൊന്നും എൻ്റെ മോക്ക് താല്പര്യമില്ലെന്നേ. നടക്കാനുള്ളത് എന്താണേലും നടന്നു. ആ കൊച്ചിനെ കണ്ടിട്ടൊരു പാവ. നമ്മുടെ പൂജമ്മളുടെ പ്രായമൊക്കെ കണ്ടിട്ട് തോന്നുള്ളൂ. എൻ്റെ ഡയാനെ, നീ വന്നപ്പോൾ തന്നെ അതിനെ എടുത്ത് തലയിലൊന്നും വെക്കാൻ പോവണ്ട. പിന്നെ ഏറ്റവും ലാസ്റ്റ് വയ്യാവേലി ആകുമേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഹേമ അത് പറഞ്ഞു തിരിയുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ജാനകി കയറി വരുന്നത്. അവർ പറഞ്ഞത് കേട്ടത് കൊണ്ടാവാം അവളുടെ മുഖമൊക്കെ ആകെ അങ്ങ് വാടി. ഹോ, കൊച്ചു തമ്പുരാണ്ടി വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വന്നായിരുന്നോ? ഞാൻ ഓർത്ത് ഇനി ആളെ താലപ്പൊലിയുമായിട്ട് അങ്ങോട്ട് വിടണമെന്ന്. നീ ഒന്നും മിണ്ടാതിരിക്കാൻ നോക്ക്. ആ കൊച്ചിങ്ങി വന്നല്ലോ. മോൾ ഇതൊന്നും കണ്ട് കാര്യമാക്കണ്ട കേട്ടോ. ഇതേ ഗ്ലാസ്സിൽ ചായ ഇരിപ്പുണ്ട്, അതെടുത്ത് കുടിക്കാൻ നോക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യാനുള്ളൊക്കെ ലിസ്റ്റ് അങ്ങ് എഴുതി തരാം തമ്പുരാട്ടി. അതൊക്കെ അങ്ങ് നോക്കി ചെയ്താൽ മതി കേട്ടോ. ഹേമയുടെ കുത്തും കോളും വെച്ചുള്ള ഓരോ വാക്കും പ്രവൃത്തിയും ആ കുഞ്ഞിപ്പെണ്ണിന് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അവളുടെ കരച്ചിൽ പിടിവിട്ടുപോയി. അവൾ കരഞ്ഞുപോയി. ഓ, രാവിലെ തുടങ്ങി അവളുടെ പൂങ്കണ്ണീരും ഒലിപ്പിച്ചുകൊണ്ട്. ഇതൊന്നും കണ്ടാൽ ഇവിടെ ആരുടെയും മനസ്സിളക്കാൻ പോകുന്നില്ല പെണ്ണേ. നീയും നിന്റെ കുടുംബവും അത്രയ്ക്കും വലിയ ചതിയാണ് ഈ കുടുംബത്തോട് ചെയ്തത്. വേറെ എന്തും ക്ഷമിക്കും, പക്ഷെ വിശ്വാസവഞ്ചന അത് ഈ കുടുംബത്തിൽ ആരും ക്ഷമിക്കില്ല, ക്ഷമിക്കാനും പോണില്ലിനി. ഹേമ പറഞ്ഞതിന് ബാക്കി എന്നോണം ദേവിക കൂടി ജാനകിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സത്യമായിട്ടും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേച്ചി. അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും. നീ കേട്ടില്ലേ ദേവികെ? എല്ലാ പേരും കള്ളികളും രാവിലെ തന്നെ പൂങ്കണ്ണീര് ഒലിപ്പിച്ച് ഇല്ലാത്ത കുറേ സത്യങ്ങളുമായി ഇറങ്ങും. മതി, നിങ്ങൾ രണ്ടുപേരും കൂടി ആ കുട്ടിയെ എങ്ങനെ കരയിക്കുന്നത്? രണ്ടുപേർക്കും അഗ്നിയുടെ സ്വഭാവം അറിയാമല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഡയാന ജാനകിയെയും കൂട്ടിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അയ്യേ, അഗ്നിയുടെ ഭാര്യ ഇങ്ങനെ ഒന്ന് കരയുന്നത് ആൾക്കാരൊക്കെ കണ്ടാൽ നാണക്കേടാട്ടോ. മോശം മോശം. സത്യമായിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആൻറ്റി. ചേച്ചി ഇങ്ങനെ ഒപ്പിക്കുമെന്ന് സത്യമായിട്ട് എനിക്കും അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. സാറാണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ കടിച്ച് കീറാൻ വരും. ഇവരെല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്താനും മാത്രം ഞാൻ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല. മോള് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ? എനിക്കും ഈ പ്രായത്തിൽ ഒരു മോളുണ്ട്. എൻ്റെ പൂജമോളെ പോലെ തന്നെ എനിക്ക് നീ. അതുകൊണ്ട് അമ്മയുടെ കുട്ടി, ഇനി ഇങ്ങനെ കരയരുത്. കരയാൻ നിന്ന കഴിഞ്ഞ് കരയിക്കാൻ മാത്രമേ ആളുകളുണ്ടാകൂ മോളെ. പിന്നെ അഗ്നി പുറമേ കാണുന്ന ഈ ദേഷ്യം മാത്രമേ ഉള്ളൂ. ഉള്ള ശുദ്ധന, ഒരു പഞ്ചപാവം. രുദ്രയാണ് അവൻ്റെ ജീവനാടി. പെട്ടെന്ന് അവൻ മോളുടെ ചേച്ചി ചെയ്ത തെറ്റ് പുറത്തു തരും എന്നൊന്നും ആൻറ്റി പറയുന്നില്ല. പക്ഷെ കുറച്ച് സമയമെടുത്താലും അവന് മോളെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ കരച്ചിലൊക്കെ കളഞ്ഞ് നല്ല കുട്ടിയായിരിക്കാൻ നോക്ക്. രുദ്രയുടെ അമ്മയായി, അഗ്നിയുടെ ഭാര്യയായി, ഈ കുടുംബത്തിൻ്റെ മരുമകളായി, അങ്ങനെ എന്നും നീ ഇവിടെ ഉണ്ടായിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ കുറ്റം പറയുന്നവരെല്ലാം അതെല്ലാം മാറ്റി മോളെ സ്നേഹിക്കും.
ഡയാന അതെല്ലാം പറയുമ്പോൾ തന്നെ നല്ല കുട്ടിയായി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ജാനകി. പുതിയ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു താങ്ങ്. അതാണിപ്പോൾ ഡയാന. പുനർവിവാഹം എന്ന എൻ്റെ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുമോ? കാരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമല്ലോ. ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. ബാക്കി ഭാഗങ്ങൾ കാത്തിരുന്ന് കാണൂ.